നമസ്കാരം, മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്ന് 4 രീതിയിൽ പൊറോട്ട ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നൊന്ന് കാണാം. ഇത് 1/2 കിലോ മൈദയുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുവാണേ. ഇനി ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ചൂട് പാലിൽ നമുക്കിത് ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിൽ ഇച്ചിരി സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ ഇതിനകത്തൊക്കെ ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ്. അല്പം എണ്ണമയം മീതെ പുരട്ടിയിട്ട് നമുക്കിത് അടച്ച് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊറോട്ട ഉണ്ടാക്കി തുടങ്ങാം. അരമണിക്കൂർ കഴിഞ്ഞു. ഒന്നുകൂടി ഒന്ന് നന്നായി കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഓരോന്നും ചപ്പാത്തി പോലെ പരത്തിയിട്ടാണ് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ പലകയുടെ മുകളിലേക്ക് വെക്കാം. ചപ്പാത്തി വളരെ കനം കുറച്ച് നീളത്തിലാണ് പരത്തിയിരിക്കുന്നത്. നമുക്കിനി ഇതിന് മുകളിലേക്ക് എണ്ണ തേച്ച് കൊടുക്കാം. ഇതിന് മീതെ മൈദ വിതറാം. ഈ അരിപ്പയെ കൂടെ വിതറുമ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ വീണോളും. ഇതിനി ഒന്ന് മടക്കി വെക്കാം. നമുക്കിനി ഇതിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഈ അറ്റം മുറിയാതെ നോക്കണേ. എന്നിട്ട് ഇതിന് മീതെ ഓയിൽ പുരട്ടാം. ഇനി ഇതിൻ്റെ ഈ മുറിക്കാത്ത ഈ 2 ഭാഗമല്ലേ, അതിങ്ങനെ കൂട്ടിപ്പിടിക്കണേ. എന്നിട്ടിങ്ങനെ തട്ടി കൊടുക്കണം. എന്നിട്ടൊപ്പം ഒന്ന് വലിച്ചു നീട്ടുകയും വേണം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ പീസൊക്കെ വിട്ടുപോയാലൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ മതി. നമുക്കിനി ഇത് ഈ ഷീറ്റിലേക്ക് വെക്കാം. എന്നിട്ട് മാക്സിമം വലിച്ചു നീട്ടുക. ഇങ്ങനെ. എന്നിട്ടിതൊന്ന് ചുരുട്ടി എടുക്കണം. ഒരറ്റത്തുനിന്ന് ഇങ്ങനെ ഇതേപോലെ ചുരുട്ടിയെടുക്കണം. ഈ വിട്ടുപോയൊന്നും സാരമില്ല, അതൊക്കെ കൂട്ടിച്ചേർത്ത് ചുരുട്ടിയാൽ മതിയാവും. ഇനി ഈ ലാസ്റ്റ് ഈ അറ്റം വരുമ്പോൾ ഒന്ന് ഇച്ചിരി എണ്ണ തേച്ചിട്ട് പരത്തിയിട്ട് ഇതിനടിയിലേക്ക് വെക്കാം. എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ പൊറോട്ട വെക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലും നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി രണ്ടാമത്തെ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ ചപ്പാത്തിയുടെ മുകളിലേക്ക് എണ്ണ പുരട്ടിയിട്ട് പൊടി വിതറാം. നമുക്കിനി ഇതൊന്ന് മടക്കാം. എന്നിട്ട് അതിന് മീതെ എണ്ണയും പുരട്ടിയിട്ട് പൊടി വിതറാം. ഈ എണ്ണയും പുരട്ടി പൊടി ഇടുന്നതിനകത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി പൊറോട്ട ലെയർ വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. രണ്ടാമതൊന്നുകൂടെ മടക്കാം. എണ്ണയും പുരട്ടിയിട്ട് പൊടി വിതറാം. മൂന്നാമതും ഒന്നുകൂടെ മടക്കുവാണ്. എന്നിട്ട് ഈ കത്തി കൊണ്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 അറ്റവും മുറിയരുത്. എത്രമാത്രം നമ്മൾ കട്ട് ചെയ്യുന്നോ അത്രയധികം ലെയർ ഉണ്ടാവും കേട്ടോ നമ്മുടെ പൊറോട്ടയ്ക്ക്. ഇവിടെ എണ്ണ പുരട്ടാം. പൊടി വിതറാം. ഇതിന് ഈ 2 അറ്റവും കൂട്ടിപ്പിടിച്ചിട്ട് നമുക്കൊന്ന് വലിച്ചു നീട്ടിയെടുക്കാം. മാക്സിമം നേരത്തെ പൊറോട്ട ചെയ്തതുപോലെ തന്നെ വലിച്ചു നീട്ടിയെടുക്കാം. ഇത് നമുക്കൊന്ന് ചുരുട്ടി ഷേപ്പാക്കി എടുക്കാം. ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് വലിച്ചു നീട്ടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. വലിച്ചു നീട്ടി ഒന്ന് ചുരുട്ടിയെടുക്കണേ. ഇതിനിടയ്ക്കത്തെ ലെയർ വിട്ടുപോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമുക്കിങ്ങനെ കൂട്ടി വെച്ചിട്ട് ചുരുട്ടിയെടുക്കാം. പിന്നെ ഇങ്ങനെ ലാസ്റ്റ് അറ്റത്ത് വരുമ്പം അത് ഇതുപോലെ നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടിയിട്ട് പരത്തി വെച്ച് ഇതിനടിയിലേക്ക് വെച്ചിട്ട് ഇതിൽ എണ്ണ തേക്കാം. മൂന്നാമത്തെ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത് നമ്മൾ രണ്ടാമത്തെ പൊറോട്ട ഉണ്ടാക്കിയതുപോലെ തന്നെ 3ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് കത്തി വെച്ചിട്ടിത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതായത് ഇതിൻ്റെ അറ്റം നമ്മൾ വിടിയിച്ചെടുക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്യുവാണ്. എന്നിട്ടൊരു പോർഷനിൽ നമുക്കൊന്ന് എണ്ണ പുരട്ടാം. എന്നിട്ട് ഇതിൻ്റെ മീതെ ഈ മറ്റേ ഭാഗം എടുത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പലക ഉപയോഗിക്കുന്നത് എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷീറ്റ് കീറി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതൊന്ന് മടക്കി ചുരുട്ടി എടുക്കാം. ഈ അറ്റത്ത് നിന്ന് ഇങ്ങനെ ചുരുട്ടുന്നതിനിടയിലും ഒന്ന് വലിച്ചു നീട്ടി ചുരുട്ടാൻ നോക്കണേ. എന്നിട്ട് ലാസ്റ്റ് വരുമ്പം ആ അറ്റത്തൊരു അല്പം എണ്ണ തേച്ചിട്ട് അത് ഇതിനടിയിലേക്ക് വെച്ചിട്ട് ഈ പൊറോട്ടയിൽ
എണ്ണ പുരട്ടി വെക്കാം. ഇത് 4ാമത്തെ പൊറോട്ടയാണ്. ഇതിൻ്റെ മീതെയും എണ്ണ തേച്ചിട്ട് പൊടി വിതറാം. എന്നിട്ട് ഈ ഒരു ഭാഗം എടുത്ത് അകത്തോട്ട് മടക്കാം. വീണ്ടും എണ്ണ തേച്ചിട്ട് പൊടി വിതറാം. എന്നിട്ട് 2 തവണയൊന്ന് മടക്കി. ഇത് നമ്മൾ 2 തവണയെ മടക്കുന്നുള്ളൂ കേട്ടോ. ഇതൊരു ഫ്ലേക്കി പൊറോട്ടയാണ്. മറ്റേ പൊറോട്ടയൊക്കെ നല്ല സ്ട്രിങ് പൊറോട്ടയാണെങ്കിൽ ഇതൊരു ഫ്ലേക്കി പൊറോട്ടയാണ്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കാം. ഇടയ്ക്കൊന്ന് വലിച്ച് നീട്ടി കൊടുക്കണേ. ഇനി എന്നിട്ട് ഈ ലാസ്റ്റ് വരുമ്പോൾ മറ്റേ പൊറോട്ടയ്ക്കൊക്കെ ചെയ്ത പോലെ തന്നെ ആ ഭാഗത്തും അല്പം എണ്ണയൊക്കെ പരട്ടിയിട്ട് അത് ഇതിനടിയിലേക്ക് വെക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് മറ്റുള്ളത് ചെയ്ത പോലെ തന്നെ എണ്ണ പുരട്ടി കൊടുക്കാം. ഇനിയിപ്പോൾ ഈ പൊറോട്ടയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കയ്യിൽ അല്പം എണ്ണ തേച്ചിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണ്ട വലിപ്പത്തിൽ, ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഇത് പരത്തിയെടുക്കാം. ഈ ചൂടായ പാനിലേക്ക് പൊറോട്ട ഇട്ടിട്ടുണ്ട്. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്നത് പോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് അല്പം എണ്ണയൊക്കെ തൂകിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. നിറച്ച് ലെയറുകളുള്ള പൊറോട്ട തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളത് ഇതുപോലെ ചുട്ടെടുക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ പൊറോട്ടയാണ്. മടക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത പൊറോട്ട. കണ്ടോ, ഒത്തിരി ലെയറുകളുണ്ട്. കണ്ടോ? ഇത് നമ്മുടെ 2ാമത്തെ പൊറോട്ട. ഇതിനും ഒത്തിരി ലെയറുണ്ട്. ഇത് നമ്മൾ 3ആയിട്ട് മടക്കിയിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തതാണിത്. ഇത് 3ാമത്തെ പൊറോട്ട. ഇതിനും നിറച്ച് ലെയറുകളുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇങ്ങനത്തെ പൊറോട്ടയൊക്കെ. നൂലാണെന്നും പറഞ്ഞാണ് അവർ കഴിക്കുന്നത്. ഇത് നമ്മുടെ 4ാമത്തെ പൊറോട്ട, ഫ്ലേക്കി പൊറോട്ട. ഇത് നമ്മൾ 2ആയിട്ട് മടക്കി വെച്ചത് ചുരുട്ടി എടുത്തതാണ്. കണ്ടോ? അപ്പോൾ ഇനി ഇതിലുള്ള ഏതെങ്കിലും ഒരു പൊറോട്ട നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്